ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഖാരിജുൽ ഹുറൂഫാണ്. അപ്പോൾ നമ്മളിത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വിശുദ്ധ ഖുർആനെ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള അക്ഷരങ്ങളെ നമുക്ക് ശരിയായി മനസ്സിലാക്കണം. അപ്പോൾ അറബിയിൽ ഓരോ അക്ഷരങ്ങളും ഓരോ പ്രത്യേക മഖ്റജുകളിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പുറപ്പെടുന്ന സ്ഥലത്തെ പറ്റി പഠിക്കുകയാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനെ ഏറ്റവും കറക്റ്റായിട്ട് രീതിയിൽ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ മഖ്റജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മഖ്റജ് എന്ന് പറഞ്ഞാൽ ഒരക്ഷരം ഉത്ഭവിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആരംഭിക്കുന്ന സ്ഥലം, അതിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അറബിയിലുള്ള അക്ഷരങ്ങൾ 28 അക്ഷരങ്ങളും 3 മദ്ദുണ്ട്. അതെവിടെ നിന്നാണ് പുറപ്പെടുന്നത് അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മഖ്റജ് എന്നുള്ളത് ഒരു സ്ഥലത്തിനാണ് പറയുന്നത്, സിംഗുലറാണ്, ഒരു സ്ഥലമാണ്. അപ്പോൾ മഖാരിജ് എന്ന് പറഞ്ഞാൽ 28 അക്ഷരങ്ങളും 3 മദ്ദും ഇല്ല. അപ്പോൾ അതിൻ്റെ മഖ്റജിൻ്റെ ബഹുവചനാണ് എന്ത്? മഖാരിജുൽ ഹുറൂഫ്. ഹർഫിൻ്റെ ബഹുവചനം ഹുറൂഫ്. അപ്പോൾ മഖാരിജുൽ ഹുറൂഫ്. ഓക്കെ. അപ്പോൾ അറബി അക്ഷരങ്ങൾക്ക് 2 തരം മഖ്റജാണുള്ളത്. ഒന്ന് മുഹഖഖ് എന്നും പറയും, മറ്റൊന്ന് മുഖദ്ദർ. ഇപ്പോൾ മുഹഖഖ് എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിൻ്റെ മഖ്റജിനെ നമുക്ക് ഒരു പ്രത്യേക സ്ഥാനം നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അക്ഷരം എന്ന് പറയുന്നത് സൗണ്ടാണല്ലോ, ഹുറൂഫ് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. അപ്പോൾ ആ സൗണ്ട്, ഒരക്ഷരത്തിൻ്റെ സൗണ്ട് എവിടെയാണ് അവസാനിക്കുന്നത് അല്ലെങ്കിൽ അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ആ സൗണ്ട് കൊണ്ടുപോയി അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ ആ സ്ഥലത്തിനെയാണ് എന്ത് പറയുക, മഖ്റജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പർട്ടിക്കുലർ സ്ഥലം ഉണ്ടെങ്കിൽ, ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ മുഹഖഖ് എന്ന് പറയും. നിശ്ചിതമായത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയ ഒരു മഖ്റജ്. നമുക്കത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മീം പറയുകയാണെങ്കിൽ മീമിൻ്റെ സൗണ്ട് എൻഡ് ചെയ്യുന്നത് 2 ചുണ്ടുകൾ അല്ലേ, മീമെന്നുള്ള സൗണ്ട് പുറത്തേക്ക് വരുന്ന 2 ചുണ്ടുകൾ പൂട്ടുന്ന സമയത്താണ്. അപ്പോൾ എല്ലാ അക്ഷരങ്ങളുടെ എല്ലാ സൗണ്ടും പുറപ്പെടുന്നത് വോക്കൽ കോഡിൽ നിന്നാണ്, എല്ലാ അക്ഷരത്തിൻ്റെയും എല്ലാ സൗണ്ടും. അപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ വോക്കൽ കോഡ് എന്നുള്ള ഒരു അവയവത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ സൗണ്ടും പുറപ്പെടുന്നത്. അപ്പോൾ അതൊരു പർട്ടിക്കുലർ മഖ്റജിലൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് എന്ത് വരുന്നത്, ഓരോ അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ വോക്കൽ കോഡിൽ നിന്ന് പുറപ്പെട്ട അക്ഷരം ചുണ്ടിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ അടയ്ക്കില്ലേ, അം എന്ന് ചെല്ലുമ്പോൾ അത് നമുക്ക് മീം എന്നുള്ളൊരു സൗണ്ട് പുറത്തേക്ക് കിട്ടും. അപ്പോൾ നമുക്കത് പറയാൻ പറ്റും, മീമിൻ്റെ മഖ്റജ് ചുണ്ടുകളാണെന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ മഖ്റജിനാണ് എന്ത് പറയുന്നത്, മുഹഖഖ്. അപ്പോൾ മുഖദ്ദർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്പെസിഫിക് സ്ഥലത്തിനെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല, ഒരു സ്പെസിഫിക് സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്തരം നമുക്ക് എക്സാമ്പിൾ നമ്മൾ പഠിക്കും, ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ വരുന്ന ഇതിൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലമില്ലാത്ത മഖ്റജിനെയാണ് എന്ത് പറയുന്നത്, മുഖദ്ദർ. ഇപ്പോൾ 2 തരത്തിലുള്ള മഖ്റജാണുള്ളത്. അതേപോലെ തന്നെ ഒരു അക്ഷരത്തിൻ്റെ കൃത്യമായ മഖ്റജ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ അക്ഷരത്തിന് നമ്മൾ സുക്കൂനിടും. ഒരക്ഷരത്തിൻ്റെ ഒരക്ഷരത്തിൻ്റെ മഖ്റജ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ അക്ഷരത്തിന് സുക്കൂനിടും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു ഹംസ, ഫത്തഹയുള്ളൊരു ഹംസ ഇടും. ഇവിടെ ബാ ആണ്, ബാക്കിയുടെ മഖ്റജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ബാക്ക് സുക്കൂനിടും. തൊട്ട മുന്നിൽ എന്ത് ചെയ്യും, ഹംസയ്ക്ക് ഫത്തഹയിടും. എന്ന് പറഞ്ഞാൽ സുക്കൂനിട്ടിട്ട് ഒരു അക്ഷരം അറബിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല, സുക്കൂനിട്ടുകൊണ്ട് ഒരക്ഷരം അറബിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, തൊട്ട് മുന്നിൽ ഫത്തഹയുള്ളൊരു ഹംസ ഇട്ട് കൊടുക്കും. ഏതെങ്കിലും അക്ഷരം ഇട്ട് കൊടുത്താൽ മതി, സാധാരണഗതിയിൽ ഹംസയാണ് ഇട്ട് കൊടുക്കൽ. എന്നിട്ട് നമ്മളത് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക, അബ് അല്ലേ, അപ്പോൾ ഈ ബാൻ്റെ മഖ്റജ് ഈ സൗണ്ട് എവിടെയാണ് എൻഡ് ചെയ്തത്, 2 ചുണ്ടുകളിലാണ് എൻഡ് ചെയ്തത്.
അപ്പോൾ 2 ചുണ്ടുകളാണ് ഈ ബായുടെ മഖ്റജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബായുടെ മഖ്റജ് 2 ചുണ്ടുകളാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കത് ഒരു ഏകദേശം ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി, കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. ഏകദേശം നമുക്കതെങ്ങനെ പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഏതക്ഷരത്തിനാണ് മീമാണെങ്കിൽ അം, നൂനാണെങ്കിൽ അൻ, അങ്ങനെ എല്ലാ അക്ഷരത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മഖ്റജ് മുന്നിൽ ഹംസ ഇട്ട് കൊടുത്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആനിൽ അക്ഷരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കാണപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. വിശുദ്ധ ഖുർആനിലുള്ള അക്ഷരങ്ങൾ എങ്ങനെയാണ്? വെറുതെ അക്ഷരങ്ങളല്ല, അലിഫ് ബാ ത സ അങ്ങനല്ലല്ലോ അല്ലേ. അക്ഷരങ്ങൾക്ക് എന്തുണ്ട്, ഏതൊക്കെ രീതിയിലാണ് കാണുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് മുത്തഹരിക്ക. മുത്തഹരിക്ക എന്ന് പറഞ്ഞാൽ ഹർക്കത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ഫതഹ, കെസ്റ, വമ്മ, ഇതിനാണ് ഹർക്കത്ത് എന്ന് പറയുന്നത്. പിന്നെ തൻവീൻ എന്ന് പറയുന്നത് ഫതഹ തൻവീൻ, കെസ്റ തൻവീൻ, വമ്മ തൻവീൻ. 2 ഫതഹ, 2 കെസ്റ, 2 വമ്മ. ഇതാണ് മുത്തഹരിക്ക. മുത്തഹരിക്കാൻ്റെ തൻവീൻ. അപ്പോൾ ഇങ്ങനെ കാണും നമ്മൾ ബ, ഫ, സ അങ്ങനെയൊക്കെ കാണും അല്ലേ. അങ്ങനെയാണല്ലോ അക്ഷരങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ബി, സി, നീ ഇങ്ങനെ, അല്ലെങ്കിൽ ലു, ലു എല്ലാം അല്ലേ. ഫത്തയെ കാണും, കെസ്റയെ കാണും, വമ്മയെ കാണും, തൻവീനിലും കാണും, എല്ലാ തൻവീനിലും കാണും അക്ഷരങ്ങൾ. ഒന്ന്. രണ്ടാമത്തേത് സുക്കൂനുള്ള അവസ്ഥ. സുക്കൂനിനെ നമുക്ക് ഹർക്ക എന്ന് പറയാൻ പറ്റില്ല. സുക്കൂനിനെ ഹർക്ക എന്ന് പറയാൻ പറ്റില്ല. സുക്കൂൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ഇല്ലാത്ത, ഹർക്കയ്ക്ക് മൂവ്മെൻ്റ് ഉണ്ട്. ഹർക്ക എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ഉള്ളതാണ്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഏത് മഖ്റജിൽ നിന്നാണോ ഒരക്ഷരം പുറപ്പെടുന്നത് ആ മഖ്റജിൽ അതിൻ്റെ അക്ഷരത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് സുക്കൂനാണ്. അപ്പോൾ സുക്കൂനിട്ട രീതിയിൽ നമ്മൾ അക്ഷരത്തിനെ കാണും അല്ലേ. എല്ലാ അക്ഷരത്തിനെയും സുക്കൂനിട്ട രീതിയിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് മദ് കാണാം. മദ് കാണാന്ന് പറയുന്നത് അലിഫ് മദ് ഉണ്ടാവും, വാവ് മദ് ഉണ്ടാവും, യാ മദ് ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഫതഹ മുന്നിലൊരു ഫതഹ ഉണ്ടാവും. ഫതഹയുള്ള ഏതെങ്കിലും ഒരു ഒരക്ഷരത്തിന് ഫതഹ ഇട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന അലിഫ്, അതാണ് അലിഫ് മദ്. കെസ്റയാണെങ്കിൽ ഏതെങ്കിലും ഒരക്ഷരത്തിന് കെസ്റ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന വാവ് മദ്, അതാണ് കെസ്റ അല്ല വമ്മ. വമ്മ ഇട്ടിട്ട് അത് കഴിഞ്ഞ് വരുന്ന മദ്ദാണ് വാവ് മദ്. യാ മദ്ദാണെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് കെസ്റ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന മദ്ദാണ് എന്ത്, യാ മദ്. അപ്പോൾ ഈ മദ് എന്ന് പറയുന്നത് എല്ലാതരം മദ്ദും അലിഫ് മദ്ദും വാവ് മദ്ദും യാ മദ്ദും ഒക്കെ ഇവിടെ ഉണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട് അല്ലേ. നമുക്ക് ചില മദ്ദുകൾ 2 കൗണ്ട് നീട്ടാനുള്ളതുണ്ടാവും, ചിലത് നമുക്ക് 4 കൗണ്ട് നീട്ടാനുള്ളതുണ്ടാവും, ചിലത് 6 കൗണ്ട് നീട്ടാനുണ്ടാവും. അതെല്ലാം ഇതിലാണ് വരുന്നത്, മദ്ദിൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ. അങ്ങനെയാണ് മദ്ദുകളുണ്ടാവും. ദെൻ ലീനുണ്ടാവും. ലീന് വാവും യായും ഒരു പ്രത്യേക കണ്ടീഷനിൽ വരുന്ന സമയത്താണ് അതിന് ലീൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇനി മുശദ്ദദ. ശദ്ദ എന്ന് പറഞ്ഞാൽ ഒരു ലെറ്ററിനെ ഡബിളാക്കുക. അപ്പോൾ ബാക്കി ശദ്ദ എന്ന് പറഞ്ഞാൽ 2 ബ ഈക്വൽ ടു ആദ്യത്തേത് സുക്കൂനായിരിക്കും, രണ്ടാമത്തേത് ഹർക്കയായിരിക്കും, ഫത്തഹയായിരിക്കും, അല്ലെങ്കിൽ കെസ്റയായിരിക്കും, വമ്മയായിരിക്കും. അപ്പോൾ ശദ്ദ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫത്തഹയാണെങ്കിൽ ബ എന്നാണെങ്കിൽ ബ് ബ, ബി എന്നാണെങ്കിൽ ബ് ബി. ഓക്കെ. അങ്ങനെ ഈ ശദ്ദ എന്ന് പറയുന്നത് 2 ലെറ്ററാണ്. ഇങ്ങനെ ഇത്രയൊക്കെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വിശുദ്ധ ഖുർആനിൽ നമ്മൾ ലെറ്റേഴ്സിനെ ഹർഫിനെ കാണുന്നത്. ലെറ്റേഴ്സിനെ വിശുദ്ധ ഖുർആനിൽ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധയെ പറ്റിയാണ്. ബാ ശ്രദ്ധ ഈസ് ഈക്വൽ ടു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ സുക്കൂൻ പ്ലസ് ബ ഫത. ബി ശ്രദ്ധ എന്ന് പറഞ്ഞാൽ
ബ സുക്കൂൻ പ്ലസ് ബി. ബൂ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധട്ട ബു പറയാൻ എന്താണ്? ബ് പ്ലസ് ബു, അതാണ് ബു. ബ ബി ബു. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ശ്രദ്ധ എന്ന് പറയുന്നത് 2 ലെറ്റേഴ്സാണ്. അതിൽ ഒന്നാമത്തേത് എന്തായിരിക്കും? സുക്കൂനായിരിക്കും. അതിൽ 1 സുക്കൂനുള്ളതായിരിക്കും. ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ സുക്കൂനായിരിക്കും. സെക്കൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഹർക്കയായിരിക്കും. ഏത് ഹർക്കയാണോ ആ ശ്രദ്ധയുള്ള അക്ഷരത്തിനുള്ളത് ആ ഹർക്കയായിരിക്കും സെക്കൻഡ് ലെറ്ററിന്. അപ്പം അങ്ങനെയാണ് എന്ത് വരുന്നത്? ശ്രദ്ധ വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ മഹാരിജയാണ് പഠിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അറബിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം അവയവങ്ങളാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രാഥമികം എന്ന് പറഞ്ഞാൽ പിന്നെ സ്പെസിഫിക്കായിട്ട് നമ്മൾ പറയില്ല, ഓരോ പോയിന്റിൽ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു നാവാണെങ്കിൽ നാവിന് പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേക അക്ഷരങ്ങൾ പുറപ്പെടും. ഓക്കെ. അതേപോലെ തന്നെ ചുണ്ട്, അങ്ങനെ നമ്മളിപ്പോൾ പറയുന്ന ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മെയിൻ മഹ്റജ് അല്ലെങ്കിൽ പ്രാഥമികം. ഓക്കെ. പ്രാഥമികമായ ഏതൊക്കെ അവയവങ്ങളാണ് അറബി അക്ഷരങ്ങൾ പറയാൻ വേണ്ടി ഉച്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആമ്മ എന്ന് പറയും. ആമ്മ പൊതുവായിട്ടുള്ള മഹ്റജുകൾ. ഓക്കെ. അപ്പോൾ അതിൽ ഒന്നാമത്തത് ജാൽ ജൗഫാണ്, വായുടെയും തൊണ്ടയുടെയും ഒഴിഞ്ഞ സ്ഥലം. അതിന് പ്രത്യേക കളറുണ്ട് അല്ലേ? തൊണ്ടയുടെ ഒഴിഞ്ഞ ഭാഗത്തിന് ഒരു എന്താണ് പർപ്പിളല്ല, എൻ്റെ കളറിന് ഒരു ബ്ലൂവിനോട് അടുത്തിട്ടുള്ള ഒരു കളർ അല്ലേ? ഇതാണ് തൊണ്ടയുടെ ഒഴിഞ്ഞ ഭാഗം. ഇത് വായയുടെ ഒഴിഞ്ഞ ഭാഗം. വായയിൽ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമുണ്ടല്ലേ വായൻ്റെ ഉള്ളിൽ, ആ വായയുടെ ഉള്ളിലുള്ള സ്ഥലം, വായയുടെയും തൊണ്ടയുടെയും ഒഴിഞ്ഞ ഭാഗം, അതാണ് ഒരു മഹ്റജ്. ഒഴിഞ്ഞ ഭാഗം, വായയുടെയും തൊണ്ടയുടെയും ഒഴിഞ്ഞ ഭാഗം. ഓക്കെ. അതിനെന്ത് പറയും വെച്ചാൽ അൽ ജൗഫ് എന്ന് പറയും. അൽ ജൗഫ്, വായയുടെയും തൊണ്ടയുടെയും ഒഴിഞ്ഞ ഭാഗത്തിന് ഇതിവിടെ നിന്ന് ഇവിടം വരെയുള്ള സ്ഥലത്തിനാണ് എന്താ പറയുക? അൽ ജൗഫ്. അൽ ജൗഫ്. അത് അവിടുന്ന് ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ മനസ്സിലാക്കുക അൽ ജൗഫ് ഇതാണ്. പിന്നെ രണ്ടാമത്തത് ഇത് കണ്ടോ, ഈ ഒരു സ്പേസ്, ഇതെന്താണെന്ന് വെച്ചാൽ അൽ ഹൈഷൂം എന്ന് പറയും. ഹൈഷൂം എന്ന് പറഞ്ഞാൽ മൂക്കിൽ പൊള്ളയായ സ്ഥലം. മൂക്കിലുണ്ട് ഉള്ളിൽ. ഇപ്പോൾ നമ്മൾ ഇവിടെ മൂക്കല്ലേ, മൂക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? മൂക്കിലോട്ട് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഒഴിഞ്ഞ സ്ഥലമുണ്ട്, ഗ്യാപ്പ് ഉണ്ട്, ഒന്നുമില്ലാത്ത. അതിനാണ് പറയുന്നത് അൽ ഹൈഷൂം. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്യാപ്പുണ്ട്, അവിടെ നമുക്ക് എന്തെങ്കിലും മരുന്നൊക്കെ എത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോന്നിട്ട് ഇതിലൂടെയൊക്കെ ഗ്യാപ്പുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇതോടെ നമുക്ക് വായയിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയും, വായയിലേക്ക് കയറി വരില്ലേ. അപ്പോൾ അതുകൊണ്ട് അതാണ് ആ ഒരു സ്പേസ്, വായയുടെ മൂക്കിൻ്റെ പൊള്ളയായ ഭാഗം. അതിന് പറയുന്നതാണ് അൽ ഹൈഷൂം. ഓക്കെ. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു, അൽ ജൗഫ്, അൽ ഹൈഷൂം. മൂന്നാമത്തത് തൊണ്ടയുടെ ഭാഗം. അപ്പോൾ തൊണ്ട എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെ മുതൽ ഇത്രയും ഭാഗത്തിനാണ് എന്ത് പറയുക? തൊണ്ട എന്ന് പറയുന്നത്. തൊണ്ട എന്ന് പറയുന്നത് നമുക്ക് തജ്വീദിൻ്റെ അടിസ്ഥാനത്തിൽ തൊണ്ട എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ നമുക്കിവിടെ ഇത് നമ്മുടെ ചെറുനാവാണ്, ഇവിടെ കാണുന്നില്ലേ? ചെറുനാവാണ്. ചെറുനാവിൻ്റെ ഒരു ചെറുനാവിൻ്റെ ഒരു ഭാഗം കൂടി എന്തിൽ വരും? തൊണ്ടയുടെ ഭാഗത്ത് വരും. ഇത് നമ്മളെ നാവാണ്. നാവിൻ്റെ ഏറ്റവും ഈ അറ്റത്തെ ഭാഗവും തൊണ്ടയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. തൊണ്ടയുടെ അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പറയുന്നത്.
അപ്പോൾ തൊണ്ടയുടെ അക്ഷരങ്ങൾ ഉത്ഭവിക്കുക ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരമുണ്ട്, പിന്നെ ഇവിടെ നിന്നുണ്ട്, പിന്നെ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അടങ്ങിയ ഭാഗത്തിനാണ് എന്ത് പറയുന്നത്? തൊണ്ട എന്ന് പറയുന്നത്. അപ്പോൾ തജ്വീദിക്കലി തൊണ്ട എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ഈ അറ്റവും വരും, അതേപോലെ തന്നെ യൂല നമ്മളെ ചെറുനാവില്ലേ, ചെറുനാവിൻ്റെ അറ്റവും കൂടി ഉൾപ്പെട്ടതാണ് എന്ത്? തൊണ്ടയുടെ മഹ്റജ് അല്ലെങ്കിൽ തൊണ്ട. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അൽ ജൗഫ് വായുടെയും തൊണ്ടയുടെയും ഒഴിഞ്ഞ ഭാഗം, അൽ ഹൈഷൂം മൂക്കിൻ്റെ ഉള്ളിലെ പൊള്ളയായ ഭാഗം, അൽ ഹൽഖ് തൊണ്ട എന്ന് പറഞ്ഞാൽ ഈ ഒരു അത്രയും ഭാഗം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് ഇപ്പം നമ്മൾ 3 കഴിഞ്ഞല്ലോ. ഇനി ചുണ്ടുകൾ, 2 ചുണ്ടുകളും നിന്ന് അക്ഷരങ്ങൾ പുറപ്പെടും. 2 ചുണ്ടുകളുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നാവ്. നാവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്, നമ്മളെ നാവായത്. നാവിൻ്റെ ഈ ഒരു കുറച്ച് ഭാഗം എങ്ങോട്ട് പോകും? തൊണ്ടയുടെ ഭാഗത്തോട്ട് പോകും. കുറച്ച് ഭാഗം തൊണ്ടയുടെ ഭാഗത്തോട്ട് പോകും, ബാക്കിയുള്ള നാവിൻ്റെ ഭാഗം നാവുകൾ. പിന്നെ പല്ലുകളുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ നമ്മൾ. ചുണ്ടുകൾ, പല്ലുകൾ, നാവ്, മൂക്കിൻ്റെ പൊള്ളയായ ഭാഗം, വായുടെയും തൊണ്ടയുടെയും ശൂന്യമായ ഭാഗം തൊണ്ട. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്, നമ്മൾ നാവ് കൊണ്ട് തൊടുന്ന സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഈ മുകളിലുള്ള അണ്ണാക്ക്, മുകളിലുള്ള ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റൊക്കെ അടങ്ങിയ മൃദുവായ ഭാഗവും എല്ല് ഭാഗവും കടങ്ങിയ ഈ ഒരു സ്ഥലം നമ്മളെ തൊണ്ടയുടെ മുകൾ ഭാഗം. അപ്പോൾ ഇത്രയും അവയവങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ അക്ഷരം പഠിക്കുന്ന സമയത്തും അത് എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് പൊതുവായ 5 മഖ്റജുകളിൽ നിന്നാണ് അറബിയിലെ എല്ലാ അക്ഷരങ്ങളും പുറപ്പെടുന്നതെന്ന് പറയും. 5 മഖ്റജാണ് അറബിയിലെ എല്ലാ അക്ഷരങ്ങളും കൂടി പുറപ്പെടാൻ വേണ്ടി 5 മഖ്റജാണ്. അതിലൊന്ന് ജൗഫാണ്. ഇതിൽ ഓരോന്നിനെയും നമ്മളെടുത്ത് വിശദീകരിച്ച് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞുകൊണ്ട് പോകുന്നുള്ളൂ. അൽ ജൗഫ് 1, 2 അൽ ഹൽഖ്. അൽ ജൗഫ് എന്ന് പറഞ്ഞാൽ വായുടെയും തൊണ്ടയുടെയും ശൂന്യമായ ഭാഗം. അൽ ഹൽഖ് എന്ന് പറയുന്നത് തൊണ്ടയിലെ പ്രത്യേക അവയവങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലം. അൽ ലിസാൻ നാവ് മാത്രമല്ല, നാവും മിക്കവാറും എല്ലാ അക്ഷരത്തിനും 2 സ്ഥലങ്ങൾ കൂട്ടിമുട്ടുന്ന സമയത്താണ് ഒട്ടുമിക്ക അക്ഷരങ്ങളും നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരിക. അപ്പോൾ അൽ ലിസാൻ എന്ന് പറയുമ്പോൾ നിസാറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, തൊണ്ടയുടെ മുകൾ ഭാഗം ഉണ്ടാവും. ഓക്കെ, അഷഫത്താൻ 2 ചുണ്ടുകൾ. പിന്നെ അൽ ഹൈഷു മൂക്കിൻ്റെ പൊള്ളയായ ഭാഗം. അപ്പോൾ മൂക്കിൻ്റെ പൊള്ളയായ ഭാഗം എന്ന് പറയുന്നത് ഒരു ഹാഫ് മഖ്റജാണ്. ഓക്കെ, മീമും നൂനും ഉച്ചരിക്കുന്ന സമയത്ത് അതിന് ഒരു പെർട്ടിക്കുലർ സ്വഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഭാഗമാണ് അൽ ഹൈഷു. അപ്പോൾ ഇങ്ങനെ പൊതുവായ മഖ്റജ് 5 എണ്ണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അറബിയിൽ പൊതുവായ മഖ്റജ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന പൊതുവായ മഖ്റജ് 5 എണ്ണമാണ്. ഓക്കെ, ഇനി നമ്മൾ അക്ഷരം ഉച്ചരിക്കുക എന്നറിയുന്ന സമയത്ത് അക്ഷരത്തിനെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഉച്ചരിക്കേണ്ടി വരിക? മുത്തഹരിക്കായിട്ട് നമുക്ക് ഉച്ചരിക്കേണ്ടി വരും അല്ലേ? ഫതഹ ഇട്ടിട്ട്, കെസ്റ ഇട്ടിട്ട്, ദമ്മ ഇട്ടിട്ട് നമുക്ക് ഉച്ചരിക്കണം. ഓക്കെ, തൻവീൻ ഇട്ടിട്ട് ഉച്ചരിക്കണം, ശബ്ദ ഉണ്ടാവും, മദ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഫതഹ, കെസ്റ, ദമ്മ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഫതഹ ഉള്ള അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് 2 തരം അക്ഷരങ്ങൾ ഉണ്ടാവും അല്ലേ? 2 തരം അല്ല, ആക്ച്വലി 3 തരത്തിലുണ്ടാവും. ഒന്ന് ലൈറ്റ് ഉണ്ടാവും, ഒന്ന് ഹെവി ഉണ്ടാവും, ഒന്ന് എക്സ്ട്രാ ഹെവി ഉണ്ട്. എങ്കിലും നമ്മൾ ഫതഹയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് 2 തരം ആണ് നമ്മൾ
നമ്മൾ എന്താണ് രണ്ട് തരത്തിലാണ് ഫത്തഹ ഉണ്ടാകുക. ഒന്ന് ലൈറ്റ് ലെറ്ററിൻ്റെ ഫത്തഹയും ഹെവി ലെറ്ററിൻ്റെ ഫത്തഹയും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ലൈറ്റ് ലെറ്ററിൻ്റെ ഫത്തഹ വരുന്ന സമയത്ത് ആ ലെറ്ററിൻ്റെ സ്വഭാവം ഫത്തഹയിലുണ്ടാവും. ഓക്കെ. ലൈറ്റ് ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നാവ് ഫ്ലാറ്റായിട്ടാണ് കിടക്കുക. നാവ് ഫ്ലാറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫത്തഹ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ മൗത്ത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അവിടെ കണ്ടാൽ നിങ്ങൾ മൗത്ത് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ചുണ്ടുകൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടല്ലേ, അത് ചുണ്ട് മാത്രം ഓപ്പൺ ആയാൽ പോരാ, ഇങ്ങനല്ല ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചുണ്ട് മാത്രം തുറക്കും, ബാക്ക് സൈഡിലേക്കൊക്കെ എന്തായിരിക്കും പല്ലുകളൊക്കെ കടിച്ച് പിടിച്ചിട്ടായിരിക്കും. അങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, വിശുദ്ധ ഖുർആന് പാരായണം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫത്തഹയുടെ ഓപ്പണിങ് കാണിക്കാം. ഫത്തഹ ഓപ്പൺ ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാൻ ഇങ്ങനെ ഞങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു സാധാരണ ഒരു പെൻസിലാണത്, ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു പെൻസിൽ ഹൊറിസോണ്ടലായിട്ട് കടിച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. അപ്പോൾ ഇതേപോലെ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ കടിച്ചിട്ട് നമ്മൾ അകലം മെഷർ ചെയ്യുക. നമ്മളെ പല്ലിൻ്റെ ഇവിടെ നിന്ന് ഫ്രണ്ടിൽ മാത്രം ഓപ്പൺ ആയാൽ പോരാ. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മാത്രമല്ല, ഈ ഓപ്പണിങ് ഇവിടെ മാത്രമല്ല ഉണ്ടാകുക. ഈ പെൻസിൽ ഇങ്ങനെ പല്ലിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ അങ്ങ് വരെ പോവും. ഓക്കെ. എന്ന് പറഞ്ഞാൽ പല്ല് കംപ്ലീറ്റ് പല്ലുകൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. ഏറ്റവും ലാസ്റ്റ് മോളാർ പല്ല് വരെ, അണ്ണീലെ പല്ല് വരെ എന്തുണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ വായി നിൽക്കേണ്ടതെന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ എടുക്കുക, എന്നിട്ട് നമ്മൾ പാരായണം ചെയ്യുക. അപ്പം നമുക്ക് പല്ലുകൾ കടിച്ചു പോകുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, വെച്ച് നോക്കുക. എന്നിട്ട് അത് എടുത്തിട്ട് അങ്ങനെ തന്നെ ആ ഒരു അകലത്തിൽ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് അങ്ങനെ നല്ല ടഫായിരിക്കും നമുക്കത്. ഒന്നാമത്തത് പല്ല് കടിച്ച് പിടിച്ച് പ്രാക്ടീസ് ചെയ്ത് പാരായണം ചെയ്യുന്ന ആൾ പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി നമ്മൾ ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഫത്തഹയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, വായ ഓപ്പൺ, നമ്മൾ കടിച്ച് പിടിക്കരുത്. കടിച്ച് പിടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാകുക, നമ്മൾ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ നമ്മൾ പ്രയാസപ്പെടും. ഈ രീതിക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ അക്ഷരങ്ങൾ എല്ലാ സിഫാത്തും എല്ലാ മഖ്റജിൽ നിന്നും പുറപ്പെട്ട് എല്ലാ സിഫയും കൊടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് പാരായണം ചെയ്യാൻ ഈ പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കും. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഫത്തഹയുടെ ഓപ്പണിങ്. മൊത്തത്തിലും പല്ലുകൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരു പെൻസിലിൻ്റെ ഒരകലല്ലേ പറയുന്നത്, കാരക്കക്കുരുവിൻ്റെ ഇങ്ങനെ കുത്തനെ വെച്ചാലല്ല, ഇങ്ങനെ വെക്കുന്നുള്ള അല്ലേ, ഹൊറിസോണ്ടലായിട്ട് വെക്കുമ്പോഴുള്ള ഒരു അകലം, ആ ഒരു അകലമാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് നമുക്ക് ഫത്തഹ പ്രൊനൗൺസ് ചെയ്യുക. ഫത്തഹയുള്ള ഫത്തഹ മാത്രവും ലെറ്റർ മാത്രവും നമ്മൾ പ്രൊനൗൺസ് ചെയ്യില്ല. ഒരു ലെറ്റർ എന്ന് പറയുന്നത് അത് ഫത്തഹ ഇട്ടിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വായ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് തരം ലെറ്ററുകളുണ്ട് എന്ന്. ഇപ്പോൾ കൂടുതൽ സിഫ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഈ ലൈറ്റ് ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ സൗണ്ട് വേഗം എല്ലാം നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ സൗണ്ടും ഇവിടെ നിന്നാണ് പുറപ്പെടുക. വോക്കൽ കോഡിൽ നിന്നാണ് എല്ലാ സൗണ്ടും പുറപ്പെടുക. ഏത് സൗണ്ടാണെങ്കിൽ അത് പുറപ്പെടുന്നത് അതിൻ്റെ പ്രാഥമിക സ്ഥലം ഇതാണ്. പിന്നെ നമ്മൾ മഖ്റജ് എന്ന് പറയുന്നത് ഓരോരുത്തർ സ്ഥലത്ത് തട്ടുമ്പോൾ, ഇപ്പോൾ ചുണ്ടിൽ തട്ടുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ചുണ്ടിൻ്റെ അടുത്തെത്തുന്ന സമയത്ത്, ചുണ്ട് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് അവിടെ എന്തായി, മീമോ ബായോ ഒക്കെ നമുക്ക് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മഖ്റജ് ചുണ്ടാണെന്ന് പറയും. മഖ്റജ് ചുണ്ടാണെന്ന് പറയാൻ കാരണം ഇവിടുന്ന് പുറപ്പെടുന്ന സൗണ്ടിനെല്ലാം ഒരേപോലെ ഉണ്ടാകുക, ഒരേ ക്വാളിറ്റിയാണ് ഉണ്ടാകുക. ഓക്കെ. അതൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് ടച്ച് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അക്ഷരങ്ങൾ കിട്ടുന്നത്. ഓരോ സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു പെർട്ടിക്കുലർ അക്ഷരം, മഖ്റജ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അക്ഷരം കിട്ടുക. ഓക്കെ. അപ്പോൾ
നമ്മളെന്ത് ചെയ്യുക, അക്ഷരങ്ങൾ ഫത്ത ഇട്ടിട്ട് അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് കുറച്ച് മേലോട്ട് പോകും. ഫത്ത കുറച്ച് മേലോട്ടാണ് ഫത്തയുടെ സൗണ്ട്, നേരെ മുന്നോട്ടല്ല. ഓക്കെ, ഹെവി ലെറ്റർ ആണെങ്കിൽ ഇവിടെ ഒന്ന് തട്ടും, ഈ ഒരു മുകളിലുള്ള ഹാർഡ് പാലറ്റിൽ അണ്ണാക്കിലൊന്ന് തട്ടിയിട്ടാണ് അത് പുറത്തേക്ക് പോവുക. അപ്പോഴാണ് നമുക്ക് ഹെവി സൗണ്ട് കിട്ടുക. അതാണ് നമ്മൾ ഫത്ത പ്രൊനൗൺസ് ചെയ്യുക. പിന്നെ നമുക്ക് കെസ്ര പ്രൊനൗൺസ് ചെയ്യുന്നത്, കെസ്രയുടെ സൗണ്ട് ഇങ്ങ് താഴോട്ടാണ് വരിക. ഈ ഈ അല്ല വരിക, ഈ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ഇങ്ങ് താഴോട്ട് വരും. അപ്പോൾ നമ്മൾ താടി ഒരിത്തിരി ഇങ്ങ് താഴും, കുറച്ചിങ്ങ് താഴും. ഓക്കെ, അങ്ങനെയാണ് കെസ്ര പ്രൊനൗൺസ് ചെയ്യുക. ഇനി ലമ്മയാകുന്ന സമയത്ത് നമ്മൾ രണ്ട് ചുണ്ടുകളും റൗണ്ട് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ടാക്കും. അവിടെ തന്നെ റൗണ്ട് ചെയ്തിരിക്കില്ല. ഊ ഊ, ഈ ലമ്മയുടെ സൗണ്ട് നേരെ മേലോട്ടാവുക. കാരണം അവിടെ ഒരു ഫണൽ പോലെ ഒരു സാധനമല്ലോ, ഇതിൽ കൂടി ഇങ്ങനെ ലെറ്റർ വരുന്ന സമയത്ത് നേരെ മുന്നോട്ടാവുക. ഊ ഊ ആ ബ ഫ ത, അത് ഓപ്പണായി. ഈ അല്ലേ, ബി, ഇതെല്ലാം ഇതിലെങ്ങനെ വന്നിട്ട് താഴോട്ടായി. ഊ, നമ്മൾ ഇങ്ങനെ പിന്നെ ചുണ്ട് മുന്നോട്ടാക്കി റൗണ്ട് ചെയ്യാണ്ട് ഊ പറയാൻ പാടില്ല. ഊ ശരിക്കും ഇങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ, കുറച്ച് മുന്നോട്ടാക്കിയിട്ട് ഊ. അപ്പോഴേ ആ ഒരു അറബിയിലുള്ള ബൂ സൂ, അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ടാക്കുന്ന സമയത്താണ് അത് കറക്റ്റ് അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരിക. ഓക്കെ, പിന്നെ ഉള്ളത് സുക്കൂനിട്ട ലെറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു സിഫ കറക്റ്റ് ഉണ്ടാകുന്നത് സുക്കൂനിട്ട ലെറ്ററിലാണ്. ഈ ഹർക്കയിട്ട ലെറ്ററിന് രണ്ട് മഹ്റജ് ഉണ്ടാവും, ഒന്ന് ഹർക്കയുടേതുണ്ടാവും, മറ്റൊന്ന് എന്തുണ്ടാവും, ആ ലെറ്ററിൻ്റെ മഹ്റജും ഹർക്കയുടെ മഹ്റജും രണ്ടുണ്ടാവും. ലെറ്റർ വന്നിട്ട് ഹർക്കയുടെ മഹ്റജിലോട്ടും പോവും. ഓക്കെ, ഈ സുക്കൂനിട്ട ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മഹ്റജിന് തന്നെയാണ്. ഇപ്പം മീമാണെങ്കിൽ അവിടെ നിൽക്കും. അത് മഹ്റജിൽ അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ സിഫ പഠിക്കുന്ന സമയത്ത് ഓരോ അക്ഷരത്തിൻ്റെയും സിഫ പഠിക്കൂലേ, അതനുസരിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്, സുക്കൂനിടുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫത്തഹ, കെസ്ര, ദമ്മ, സുക്കൂൻ. ഇതിലുള്ള മദ്ദും ഇങ്ങനെ തന്നെയാണ്. മദ് പ്രൊനൗൺസ് നമ്മൾ പഠിക്കും, നമ്മൾ ജൗഫിലാണ് നമ്മൾ മദ്ദിനെ പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്പെസിഫിക് ആയിട്ട് ഇല്ല, ഒരു സ്പെസിഫിക് സ്ഥലം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത മഹ്റജ്, അതിനൊരു ഉദാഹരണം അൽ ജൗഫ് അതിൻ്റെ ഉദാഹരണമാണ്. കാരണം അവിടെ ഇങ്ങനെ സൗണ്ട് ബോക്സിൽ നിന്ന് സൗണ്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങ് പുറത്തേക്ക് പോകും, അതെവിടെയും തട്ടൂല, അത് പുറത്തേക്ക് പോയിട്ട് നിൽക്കും, പുറത്തേക്ക് നേരെ അങ്ങ് പോകും. അപ്പം നമുക്ക് എവിടെ നിന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല, അതിൻ്റെ മഹ്റജ് മൊത്തത്തിലേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, അങ്ങനെയാണ് രണ്ട് മഹ്റജ്. ഇപ്പോൾ മീമിൻ്റെ ആണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ചുണ്ട് എന്ന് കറക്റ്റ് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പം ഫത്തയുടെ ഓപ്പനിങ്ങിൽ ചിത്രങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ അക്ഷരങ്ങളും അല്ലേ അതതിൻ്റെ മഹ്റജിൽ നിന്ന് പുറപ്പെടുവിച്ച് ശരിയായ രീതിയിലുള്ള സിഫാത്തോടു കൂടി പ്രൊനൗൺസ് ചെയ്യാൻ ഉള്ള ഒരു സൗഭാഗ്യം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഓരോരുത്തരും അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി, ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എത്രയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ശ്രമിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.